ആ മെയ് 13 ഒരു ഞായറാഴ്ചയായിരുന്നു. ലൂസിയും ജസീന്തയും ഫ്രാൻസിസ്കോയും കോവാദേറിയ എന്ന മലഞ്ചെരുവിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന സമയം. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അവർ കളിക്കാൻ ഒരുങ്ങുമ്പോൾ പെട്ടെന്ന് ആകാശത്തെ കീറി മുറിച്ചുകൊണ്ട് ഒരു ഇടിമിന്നൽ വന്നു. അല്പസമയത്തിന് ശേഷം അത് ആവർത്തിച്ചു. വലിയ കൊടുങ്കാറ്റുണ്ടാകാനുള്ള ലക്ഷണം കണ്ട് കുട്ടികൾ ആടുകളെയെല്ലാം വീട്ടിലേക്ക് കൊണ്ടുപോകാനായി ഒരുമിച്ച് കൂട്ടി. അപ്പോഴാണ് അവർക്ക് പോകേണ്ട വഴിയിൽ അഭിമുഖമായി നിൽക്കുന്ന വലിയൊരു ഓക്കുമരത്തിൻ്റെ മുകളിൽ വലിയ തിളങ്ങുന്ന പ്രകാശം വന്നിറങ്ങുന്നത് കണ്ടത്. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോയി. മരത്തിനു മുകളിലായി അതിമനോഹരിയായ ഒരു സ്ത്രീ. അവളുടെ പാദങ്ങൾ തിളങ്ങുന്ന മേഘങ്ങളാൽ മൂടപ്പെട്ടിരുന്നു. വെളുത്ത വസ്ത്രം ധരിച്ചിരുന്ന അവളുടെ മേലങ്കി സ്വർണ്ണക്കരയുള്ളതായിരുന്നു. നെഞ്ചിനു മുകളിലായി ഇരു കൈകളും കൂപ്പി പിടിച്ചിരുന്ന അവളുടെ വലത്ത് കൈത്തണ്ടയിൽ അസാമാന്യ വൈശിഷ്ട്യമുള്ള വെളുത്ത മുത്തുകളുള്ള ഒരു ജപമാല തൂങ്ങിക്കിടന്നു. ലൂസി പിന്നീട് ആ രംഗം വിവരിച്ചതിങ്ങനെയാണ്. സൂര്യനേക്കാൾ തേജസ്സേറിയവളായിരുന്നു ആ സ്ത്രീ. അവൾ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. ലൂസി ചോദിച്ചു, അങ്ങ് ഞങ്ങളിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്? സ്ത്രീ തുടർന്നു പറഞ്ഞു, തുടർന്നുള്ള 6 മാസങ്ങളിലെയും 13-ാം തീയതികളിൽ ഇതേ സ്ഥലത്ത് ഇതേ സമയത്ത് നിങ്ങൾ വരണം. അപ്പോൾ ഞാൻ ആരാണെന്നും നിങ്ങൾ എന്തു ചെയ്യണമെന്നും ഞാൻ പറയും. ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടുത്തേക്കെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനായും പാപികളുടെ മാനസാന്തരത്തിനായും അവിടുന്ന് അയക്കുന്ന സഹനങ്ങളെ സ്വീകരിക്കാനും നിങ്ങൾക്ക് സമ്മതമാണോ? ഈ ചോദ്യത്തിന് മറുപടിയായി ലൂസി അതെ എന്ന ഉത്തരം നൽകി. ആ സ്ത്രീ തുടർന്നു, എങ്കിൽ നിങ്ങൾക്ക് വളരെ അധികം സഹിക്കേണ്ടി വരും. എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാനും ലോക സമാധാനത്തിനായി ജപമാല ചൊല്ലുവാനും ഉപദേശിച്ചുകൊണ്ട് ആ സ്ത്രീ അവരോട് യാത്ര പറഞ്ഞു എന്നാണ് പറയുന്നത്.